الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب قد آتيتني من الملك وعلمتني من تأويل الأحاديث فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين. സ്നേഹമുള്ള ഷറഫുദ്ദീൻ നദ്വി സാഹിബ്, ഏറെ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു തആല ദാറുൽ അർഖമിലെ നമ്മുടെ ഒത്തുചേരലിനെ അനുഗ്രഹിക്കുമാറാവട്ടെ. യൂസുഫ് അലൈഹിസ്സലാം ആണ് നമ്മുടെ വിഷയം. വിശുദ്ധ ഖുർആനിലെ 12ാമത്തെ സൂറയാണ് സൂറത്ത് യൂസുഫ്. ഈ സൂറയുടെ പ്രത്യേകത യൂസുഫ് അലൈഹിസ്സലാമിനെ കുറിച്ചുള്ള ചരിത്ര വിവരണം, ആ ജീവിത അനുഭവ വിവരണമാണ് ഈ സൂറയിൽ മുഴുവനായും. യൂസുഫ് അലൈഹിസ്സലാമിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ വേറെ എവിടെയും ചരിത്രം പറയുന്നില്ല. 1-2 സ്ഥലങ്ങളിൽ യൂസുഫ് എന്ന പേര് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മറ്റു പ്രവാചകന്മാർ അങ്ങനെയല്ല. ഖുർആനിൽ പലയിടങ്ങളിലായിട്ട് പരാമർശിക്കപ്പെടുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. യൂസുഫ് അലൈഹിസ്സലാമിനെ നമുക്ക് നന്നായിട്ട് പരിചയം ഉണ്ടാവും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പറഞ്ഞു തരുന്ന ഒരു സംഭവ കഥയാണ് സൂറത്ത് യൂസുഫ്. ഖസസ് എന്നാണ് ഖുർആൻ കഥയ്ക്ക് ഉപയോഗിക്കുന്ന വാക്ക്. അത് കേവല കഥയല്ല, സംഭവ ബഹുലവും ഒന്നിനെ തുടർന്ന് ഒന്ന് എന്ന നിലയ്ക്ക് പരസ്പരം ചേർന്ന് നിൽക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു അവതരണ ശൈലി കൂടിയാണ്. അല്ലാഹു തആല എന്ത് ചെയ്യുമ്പോഴും എങ്ങനെ ചെയ്യാം? മാക്സിമം പെർഫെക്ഷനോടെയാണ് ചെയ്യുക. നമ്മളെ പോലെയല്ല. നമ്മളും അങ്ങനെ ആവണം എന്ന് അല്ലാഹു ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാഹു തആല നമ്മളെ പഠിച്ചപ്പോൾ എങ്ങനെയാ പഠിച്ചത്? അഹ്സനു തഖ്വീം, ഏറ്റവും നല്ല ഘടനയിലാണ് പഠിച്ചത്. അല്ലാഹുവെ കുറിച്ച് പറയുന്നുണ്ട്, അവൻ അഹ്സനുൽ ഖാലിഖീനാണ്, ഏറ്റവും നല്ല സൃഷ്ടാവാണ് എന്ന് പറയുന്നുണ്ട്. അല്ലാഹു ഖുർആൻ അവതരിപ്പിച്ചപ്പോൾ അതിനെക്കുറിച്ച് അല്ലാഹു തന്നെ പറയുന്നുണ്ട്, അഹ്സനുൽ ഹദീസ്, ഏറ്റവും നല്ല വചനം, വർത്തമാനമാണ് ഖുർആൻ. അല്ലാഹു തആല കഥ പറയാണ്. അല്ലാഹു കഥ പറയുമ്പോൾ കഥ എങ്ങനെ ഉണ്ടാവും? അഹ്സനുൽ ഖസസ്, ഏറ്റവും നല്ല കഥ. അല്ലാഹു തന്നെ പറയാണ്. അല്ലാഹുവിന് മാത്രമാണ് അങ്ങനെ ആത്മവിശ്വാസത്തോടെ പറയാൻ പറ്റും, അല്ലേ? മനുഷ്യരിലെ കഥാകാരന്മാർ എൻ്റെ കഥ ഏറ്റവും നല്ല കഥയാന്ന് പറയാം, അങ്ങനെ പറയാൻ ധൈര്യം ഉണ്ടാവില്ല. പക്ഷെ അല്ലാഹു പറയാണ്, നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്, നാം താങ്കൾക്ക് ഏറ്റവും നല്ല കഥ പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സൂറയുടെ തുടക്കം എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഈ സൂറയുടെ ഒരു പശ്ചാത്തലമുണ്ട്. ഇപ്പം നമ്മൾ തെരുവിലൂടെ നടക്കുമ്പോൾ ഉണ്ടല്ലോ, ചിലപ്പോൾ ഫുട്പാത്തിൽ നിൽക്കുമ്പോൾ പെട്ടെന്നൊരാൾ മൈക്ക് കൊണ്ടുവന്ന് തരും, അല്ലേ? ഈ ഇലക്ഷനിൽ ആരാണ് ജയിക്കാൻ സാധ്യത? പെട്ടെന്ന് ചോദ്യം, നമ്മളത് സ്റ്റക്കായി പോകും. ഇങ്ങനെ പല ഒറ്റ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു പരിപാടിയുണ്ട്, അല്ലേ? അങ്ങനെ ഒരുപാട് ഷോർട്സ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇതുപോലെ മക്കക്കാര് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യം ചോദിച്ചതാണ്. എന്താ ചോദ്യം?
ഫലസ്തീനിൽ ജനിച്ച യൂസുഫ് എങ്ങനെയാണ് ഈജിപ്തിലെത്തിയത്? ഉത്തരം പറയും. മൈക്ക് കൊടുക്കാണ് പെട്ടെന്ന്. ഫലസ്തീനിൽ ജനിച്ച യൂസുഫ് എങ്ങനെ ഈജിപ്തിലെത്തി? പെട്ടെന്നുള്ള ചോദ്യമാണ്. ആരെങ്ങനെ ചോദിക്കാൻ അവരോട് പറയുന്നത്? യഹൂദരാണ്. കാരണം ഈ മുഹമ്മദ് ഉമ്മിയാണല്ലോ, നിരക്ഷരനാണ്, സ്കൂളിൽ പോകാത്ത ആളാണ്, വിവരമില്ലാത്ത ആളാണ്. അപ്പൊ ഇയാളെ പറ്റിക്കാൻ ആൾക്കൂട്ടത്തിൽ വെച്ച് പെട്ടെന്ന് ചോദ്യം ചോദിക്കണം. അപ്പൊ ഇയാൾ ഉത്തരം മുട്ടിപ്പോവും. അപ്പൊ മനസ്സിലാകും ഇയാള് പ്രവാചകനൊന്നുമല്ല, വെറുതെ അങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ അതിനു വേണ്ടിയാണ് അവർ ചോദിക്കുന്നത്. അപ്പൊ ഈ ചോദ്യത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ മറുപടി നൽകുകയാണ്. നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു തുടങ്ങാൻ. വല്ലാത്ത സംഭവമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശരിക്കും വേദക്കാരെ കുറിച്ച് അല്ലെങ്കിൽ ഇസ്രായേൽ സമൂഹത്തെ കുറിച്ച് ആ നിലയ്ക്ക് അക്കാഡമിക്കായിട്ട് ഒന്നും അറിയില്ല, അല്ലെ? മാ കുന്ത തദ്രി മൽ കിതാബു വൽ ഈമാൻ എന്ന് അല്ലാഹു തന്നെ പറയുന്നുണ്ട്. താങ്കൾക്ക് വേദം എന്തെന്ന് അറിയുമായിരുന്നില്ല, വിശ്വാസം എന്തെന്നും എന്ന് അല്ലാഹു റസൂലിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേറിട്ട ഒരു ചാനൽ അപ്പം വർക്ക് ചെയ്യാൻ തുടങ്ങാണ്. അതാണ് വഹയിന്റെ ചാനൽ എന്ന് പറയുന്നത്, അല്ലെ? അതിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വല്ല വിധത്തിലുമുള്ള നിയന്ത്രണം ഉണ്ടോ, സ്വാധീനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്നതാണ്. ഇവിടെ തന്നെ അള്ളാഹു പറഞ്ഞു തുടങ്ങുമ്പോൾ അത് സൂചിപ്പിക്കുന്നുണ്ട്. വഇൻ കുന്ത മിൻ ഖബ്ലിഹി ലമിനൽ ഗാഫിലിൻ. താങ്കൾ ഇതിന്റെ മുമ്പ്, ഈ വഹയ് അവതരിക്കുന്നതിന്റെ മുമ്പ്, ലമിനൽ ഗാഫിലിൻ, ഈ വിഷയത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത ആളാണ്. യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുകയാണ് ഈ സംഭവം. ഇത് വല്ലാത്ത ഒരു ശൈലിയിലാണ് ആരംഭിക്കുന്നത് തന്നെ. ശരിക്കുമുണ്ടല്ലോ ഈ സൂറ ഒരു സിനിമ പോലെ സുന്ദരമായിട്ട് ഒരു 50ഓളം സീനുകളിൽ ആവിഷ്കരിക്കാൻ കഴിയുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ചു നോക്കിയപ്പോൾ ഒരു 50 സീന് പരസ്പര ബന്ധമുള്ള, എന്നാൽ ഓരോ സീനും വ്യത്യസ്തമായ ഗുണപാഠങ്ങളുള്ള സവിശേഷമായ ഒരു അവതരണം, സംഭവങ്ങളുടെ ഒരു ചരടിൽ കോർത്ത ഒരു ഒരു ഒഴുക്കുള്ള ഒരു ശൈലി ഇതിന് നമുക്ക് വേറിട്ടതായിട്ട് കാണാൻ പറ്റും. നമ്മളിങ്ങനെ ഓതി പോകാറുണ്ടാവും, പക്ഷെ ഇതിന് ഓരോന്നും പഠിക്കാനുണ്ട്, ഓരോ സംഭവങ്ങളിലൂടെയും കടന്നു പോകാൻ മാത്രമുണ്ട് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. തുടക്കം തന്നെ എങ്ങനെയാണെന്നറിയാം? അതിനാടകീയമായിട്ടാണ് തുടക്കം, അല്ലെ? ഇത് കാല യൂസുഫ് അലി അബി. യൂസുഫ് തൻ്റെ വാപ്പയോട് പറഞ്ഞ സന്ദർഭം എന്താ പറഞ്ഞത്? ഇന്നി റഅയ്തു 11 കൗകബൻ വശംസ വൽ ഖമർ റഅയ്തുഹും ലി സാജിദീൻ. 11 നക്ഷത്രങ്ങളും സൂര്യചന്ദ്രന്മാരും എനിക്ക് സുജൂദ് ചെയ്യുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു എന്ന് യൂസുഫ് പറഞ്ഞു. ഏത് യൂസുഫ്? എപ്പോ പറഞ്ഞു? ഒന്നുമില്ല. നമ്മുടെ കഥകളുണ്ടല്ലോ, നമ്മൾ പണ്ടൊക്കെ എങ്ങനെ കഥ പറയാം? പണ്ട് പണ്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു, അല്ലെ? അതാണ് കഥ പറയലിൻ്റെ ഒരു ടിപ്പിക്കൽ സ്റ്റൈല്. പക്ഷെ ആധുനികവും അത്യന്താധുനികമായ കഥന ശൈലി എങ്ങനെയാണ്? പെട്ടെന്നാണ് തുടങ്ങുക, അല്ലെ? അയാൾ നടക്കുകയായിരുന്നു, അയാൾ പട്ടണത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആരാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് എന്നൊന്നുമില്ലാതെ പെട്ടെന്ന് വിഷയത്തിലേക്ക് കടക്കുന്ന ഒരു രീതിയാണ്. ഇവിടുത്തെ മലയാളത്തിലെ കഥാകാരന്മാരുടെയൊക്കെ കഥകളുടെ സമാഹാരങ്ങൾ കാണാം. കമല സുറയ്യയുടെയൊക്കെ ഒരു 500ഓളം കഥകൾ സമാഹരിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതിനൊക്കെ തുടക്കം ശ്രദ്ധിച്ചാൽ ഓരോന്നും അതിനാടകീയമാണ്. വല്ലാത്തൊരു സംഭവമാണ് അതിൻ്റെ തുടക്കങ്ങൾ. എന്ന പോലെ അല്ലാഹു തആല ഇവിടെ യൂസുഫ് അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്ന എങ്ങനെയാണ്? യൂസുഫ് ആരാണ്, എങ്ങനെയാണ് എന്നൊന്നും പറയാതെ ഇത് ഖാല യൂസുഫ് അലി അബി എന്ന് പറഞ്ഞ് പെട്ടെന്ന് തുടങ്ങുന്ന ഒരു രീതിയാണ്. ഈ ഒരു നാടകീയത ഈ സൂറയിൽ ഉടനീളം കാണാൻ പറ്റും. അതെന്താ അങ്ങനെ നാടകീയമാവുന്നത്?
മനുഷ്യ ജീവിതം അങ്ങനെ തന്നെയാണ്. പൊടുന്നനെ പലവിധ സംഭവ വികാസങ്ങളിലൂടെ അള്ളാഹു താല നമ്മളെ കൊണ്ടുപോകുന്നില്ലേ? പെട്ടെന്നാണ് മാറി മറിയുന്നത് അല്ലേ? അപ്പൊ നമ്മളിങ്ങനെ അന്തിച്ച് സ്തംഭിച്ച് നിന്ന് പോകും. പഠിച്ചോനെ, ഇതെന്താ ഇങ്ങനെ? ഞാൻ ഇന്നലെ ഇങ്ങനെ അല്ലല്ലോ, ഇന്നെന്താണ് പെട്ടെന്ന് എനിക്ക് സംഭവിച്ചത്? ഇത് ജീവിതത്തിന്റെ അവസ്ഥയാണ്. പക്ഷെ മൊത്തം ജീവിതത്തെ നമ്മൾ കണക്ട് ചെയ്ത് ഒരു സിനിമ കാണും പോലെ സമീപിക്കുകയാണെങ്കിൽ അതിനൊരു തുടക്കവും ഒടുക്കവും ഒക്കെ ഉണ്ടാവും. ഇതെവിടെയാണ് ചെന്ന് അവസാനിക്കാന്ന് മനസ്സിലാവും. പക്ഷെ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ നമുക്ക് പൂർണ്ണമായിട്ട് വിലയിരുത്താൻ പറ്റുമോ? സാധ്യമല്ല. വേറൊരാളെ കുറിച്ച് വിലയിരുത്താൻ പറ്റും അല്ലേ? അയാളുടെ ജീവിതം എങ്ങനെയാണ്, തുടക്കം, അതിൻ്റെ വളർച്ചയും വികാസവും, പിന്നെ അത് മെല്ലെ മെല്ലെ മരണത്തിലേക്ക് എത്തിച്ചേരുന്നത്. മൊത്തത്തിൽ പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. പക്ഷെ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കും മനസ്സിലാവില്ല. എന്നാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതം എല്ലാം പ്ലാൻഡ് ആണ്. ആരാ പ്ലാൻ ചെയ്തത്? അള്ളാഹു പ്ലാൻ ചെയ്തിട്ടുണ്ട് അല്ലേ? നമ്മൾ അതിൻ്റെ കൂടെ സഞ്ചരിക്കാണ്. അപ്പൊ അതിനെ എങ്ങനെ എനിക്ക് സ്വർഗത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താം, എൻ്റെ ജീവിതത്തെ പരമാവധി അള്ളാഹുവിനുള്ള സമർപ്പണമാക്കി എങ്ങനെ മാറ്റും, ആ ഒരു ഡ്രൈവിംഗ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എവിടെ ചെന്ന് വീഴുമ്പോഴും യൂസുഫ് അലൈഹി സ്വലാം ഒരുപാട് ഘട്ടങ്ങൾ പിന്നിടുന്നുണ്ട്. എങ്ങനെ വീണാലും യൂസുഫ് അലൈഹിസ്സലാം തൻ്റെ ദൗത്യം നിർവഹിക്കുന്നു, തൻ്റെ സ്വർഗം ഉറപ്പുവരുത്തുന്നു. ഇതാണ് പ്രധാനം. നമുക്കത് പലപ്പോഴും അസാധ്യമായിരിക്കും. എന്ത് ചെയ്താലും എവിടെ ചെന്നുപെട്ടാലും ലക്ഷ്യം സ്വർഗമാണ്, ദൗത്യം പ്രബോധനമാണ് എന്നതാണ് യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതത്തിൽ നിന്ന് മൊത്തത്തിൽ നമുക്ക് കിട്ടുന്ന പാഠം. നമുക്കിങ്ങനെ ഓരോ സംഭവങ്ങളിലൂടെ കടന്നു പോകാം. അതിന് ചെറിയ ഒരു വിവരണം മാത്രമാണ് നൽകാൻ നമുക്ക് സമയമുള്ളൂ. ശരിക്ക് ദിവസങ്ങളോളം ക്ലാസ് എടുത്ത് പഠിക്കേണ്ടതാണ് സൂറത്ത് യൂസുഫ് എന്ന ഈ സൂറ. പക്ഷെ അതിനത്ര അനുഭവിക്കാൻ ഈ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് സാധ്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ സീൻ എന്താണ്? യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ സ്വപ്നവും അതിന് വാപ്പ നൽകുന്ന മറുപടിയാണ്. എന്താ വാപ്പ പറഞ്ഞത്? സഹോദരങ്ങളോട് പറയണ്ട കേട്ടോ. അങ്ങനെ ഒരു വാപ്പ പറയോ? അദ്ദേഹത്തിൻ്റെ മക്കളല്ലേ അവരും. പക്ഷേ ഈ മക്കള് ഈ സ്വപ്നത്തെ പോലും ദുരുപയോഗപ്പെടുത്താൻ ഇടയുണ്ട്. കാരണം യാഥാർത്ഥ്യങ്ങൾ തന്നെ പലപ്പോഴും അവർ പല കുതന്ത്രങ്ങൾ പ്രയോഗിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നവരാണ്. അതുകൊണ്ട് ഈ സ്വപ്നം നീ സഹോദരങ്ങളോട് പറയേണ്ടതില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അത് നമുക്ക് പിന്നീട് വെളിപ്പെടുന്ന ഒരു കാര്യമാണ്. പിന്നെന്താ സംഭവിക്കുന്നത്? ഈ സഹോദരങ്ങൾ, അതിൽ മനസ്സിലാക്കേണ്ടത് യാക്കൂബ് അലൈഹി ഇസ്ലാം എന്ന വാപ്പയ്ക്ക് 4 ഭാര്യമാരുണ്ടായിരുന്നു. അവരിലാണ് 12 മക്കൾ എന്നാണ്. അതില് യൂസുഫും യൂസുഫിന്റെ സഹോദരൻ ബിന്യാമീനും ഒരു ഉമ്മയിലാണ്. ബാക്കിയുള്ളവര് മറ്റ് 3 ഉമ്മമാരിലാണ്. ഇവരാണ് ഏറ്റവും ഇളയവര്. അപ്പൊ അതുകൊണ്ട് തന്നെ വാപ്പ കൂടുതൽ അവരോട് സ്നേഹം പ്രകടിപ്പിച്ചിരിക്കാം. ഇവരുടെ ഉമ്മ ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ വാത്സല്യം വാപ്പ ഈ മക്കളോട് പ്രകടിപ്പിച്ചിരിക്കാം എന്ന് കാണാം. അപ്പൊ മറ്റു മക്കൾ കൂടിയിരുന്ന് കുശുമ്പ് പറയുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിലൊക്കെ സംഭവിക്കാൻ ഇടയുള്ളൊരു സാഹചര്യമാണ്. ഈ സൂറ മനഃശാസ്ത്ര വിശകലനം നടത്തേണ്ട ഒരു സൂറയാണ്. സൈക്കോളജി ഒക്കെ പഠിക്കുമ്പോൾ ഒരു കുടുംബത്തിൽ സംഭവിക്കാൻ ഇടയുള്ള പലതരത്തിലുള്ള സാഹചര്യങ്ങൾ, അതൊക്കെ നമുക്ക് ഈ സൂറയിൽ ശരിക്കും അനുഭവിക്കാൻ പറ്റും. അപ്പൊ പലതരത്തിലുള്ള പഠനങ്ങൾ ഈ സൂറയിൽ നടക്കുന്നുണ്ട്. സയ്യിദ് നൂർസിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? അദ്ദേഹം സൂറത്ത് യൂസുഫിനെ മദ്രസത്ത് യൂസുഫ് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. യൂസുഫിന്റെ പാഠശാല, അങ്ങനെ ഒരു പുസ്തകമുണ്ട്. അതിലെ യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ ജയിലനുഭവങ്ങളാണ് മുഖ്യമായിട്ട് വരുന്നത്. അതിലെ ഓരോ ഇടപെടലുകളും എങ്ങനെയായിരുന്നു എന്നതിനെ കുറിച്ച്. അപ്പൊ ഈ മക്കൾ മാറി നിന്ന് കുശുമ്പ് പറയാണ്, അഹബ്ബു ഇല അബീന മിന്ന, ഈ യൂസുഫ് നമ്മെക്കാളും നമ്മുടെ വാപ്പാക്ക് കൂടുതൽ ഇഷ്ടം ഇവരോടാണ് എന്ന് പറയുന്ന ഒരു സന്ദർഭമുണ്ട്. എന്നിട്ട് അവര് വാപ്പാനെ വിലയിരുത്തുന്ന ഒരു വാചകമുണ്ട്. എന്താണെന്നറിയോ? ഇന്ന അബാന ലഫി വലാലിൻ മുബീൻ, നമ്മളെ വാപ്പ വ്യക്തമായ വഴികേടിലാണ്. പ്രായമായപ്പോണ്ടല്ല, പിന്നെ പറഞ്ഞാൽ ഒന്നും തിരിയൂല. അങ്ങനല്ലേ? ഇന്നത്തെ ഭാഷയിൽ ന്യൂജൻ ഇങ്ങനെ പറയാം, ഈ വാപ്പ ഒട്ടും അപ്ഡേറ്റഡ് അല്ല അല്ലേ?
അപ്ഡേറ്റഡ് അല്ല വാപ്പ. നമ്മൾ പറയുന്നൊന്നും തിരിയുന്നില്ല. വാപ്പ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വലിയ ആഴമുണ്ടതില്ല. ഒരാൾക്ക് പ്രായമാകുമ്പോൾ സ്വന്തം വീട്ടിലുള്ളവർ തന്നെ മാറി നിന്ന് അദ്ദേഹത്തെ വിലയിരുത്തുന്നത് എങ്ങനെയായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. പിന്നീട് ഈ സഹോദരങ്ങൾ ഗൂഢാലോചന നടത്താണ്. സ്വന്തം സഹോദരനായ യൂസുഫിനെതിരിൽ എന്ത് ചെയ്യണം? വാപ്പയുടെ സ്നേഹം നമുക്ക് കിട്ടണമെങ്കിൽ എന്താ ചെയ്യാം? നമുക്കിതിനെ തട്ടിക്കളഞ്ഞല്ലോ, വേണ്ട, കിണറ്റിലിട്ടാൽ മതി. വേറെ ആൾ പറയാണ്, കുറച്ചൊരു ദയുള്ള ആൾ പറയാണ്, കൊല്ലണ്ട, നമുക്ക് കിണറ്റിലേക്ക് ഇടാം, ആരെങ്കിലുമൊക്കെ എടുത്തോണ്ട് പോയിക്കോട്ടെ. അപ്പൊ അവൻ മാറിക്കിട്ടിയാലും വാപ്പയുടെ സ്നേഹം നമുക്ക് തന്നെ വേണ്ടോളം ആസ്വദിക്കാൻ പറ്റുമല്ലോ. ഇവിടെ വേറൊരു സംഭവം കൂടി മനസ്സിലാക്കേണ്ടത്, ഇതിന്റെ കൂടെ തന്നെ സഞ്ചരിക്കേണ്ട വേറൊരു സംഭവം എന്താണ്? മക്കയിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട്. ആർക്കെതിരില്? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരിൽ. എന്ത് ചെയ്യണം? ഇയാളെ തട്ടിക്കളയണോ, നാട് കടത്തണോ, തടവിലിടണോ എന്ന ചർച്ച മക്കയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരിൽ. ആരാ ചർച്ച നടത്തുന്നത്? റസൂലിന്റെ കുടുംബക്കാർ തന്നെയാണ്, അല്ലേ? അബൂ ലഹബ് മൂത്താപ്പല്ലേ, അബൂ ജഹലും ബന്ധുവാണ്. ഇങ്ങനെ കുറെ ബന്ധുക്കൾ കൂടിയിട്ട് തന്നെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ഗൂഢാലോചന നടത്തുന്നത്. എന്ത് ചെയ്യണം? അപ്പൊ ഈ രണ്ട് സംഭവം ഒരേ സമയത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഖുർആനിൽ ഈ സൂറ അവതരിക്കുമ്പോൾ റസൂലിനെ എന്ത് ചെയ്യണം എന്നുള്ള ചർച്ച മറുവശത്ത് നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. അങ്ങനെ അവര് ഗൂഢാലോചന നടത്തുന്നു, പദ്ധതി ആവിഷ്കരിക്കുന്നു. എന്ത് ചെയ്യണം? വാപ്പയെ കാണണം, എന്നിട്ട് വാപ്പയോട് പറയാം, ഞങ്ങൾക്ക് യൂസുഫിനെ, ഞങ്ങളുടെ സഹോദരനല്ലേ, അതുകൊണ്ട് കളിക്കാൻ വേണ്ടി, ആട് മേയ്ക്കാൻ വേണ്ടിയിട്ട് കൂടെ വിട്ടു തരണം എന്ന് പറയാം എന്നൊക്കെ അവർ തീരുമാനിക്കുന്നു. വാപ്പ തന്നെ പറയുന്നുണ്ട്, എന്ത് വേണ്ട, നിങ്ങൾ അവനെ കൊണ്ടുപോയാലേ, നിങ്ങൾ കളിക്കുന്ന തിരക്കിൽ അവനെ എങ്ങാൻ ചെന്നായി പിടിച്ചു പോയാലോ. അത് തന്നെയാണ് അവര് ഉപകരണമാക്കി മാറ്റുന്നത്. ഒരാളുടെ മനസ്സിൽ നമ്മളൊരു സംഗതി പറയുമ്പോൾ അത് നെഗറ്റീവായും പോസിറ്റീവായിട്ടൊക്കെ ക്ലിക്ക് ചെയ്യും, അല്ലേ? അങ്ങനെയാണ്. ചിലപ്പോൾ മക്കളോട് മയക്കുമരുന്ന് ഉപയോഗിക്കരുത് കേട്ടോ എന്ന് പറയുമ്പോൾ, അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലേ ഉപയോഗിക്കാൻ പറ്റിയത് എന്ന് മക്കൾ ആലോചിച്ചാലോ. അങ്ങനെ സംഭവിക്കാം. പലതരത്തിലാണ് മനുഷ്യൻ ചിന്തിക്കുക. അപ്പോൾ ഈ വാപ്പ പറഞ്ഞ കാര്യം തന്നെയാണ് മക്കൾ പിന്നെ ഒരു തന്ത്രമായിട്ട് ഉപയോഗപ്പെടുത്തുന്നത് എന്ന് കാണാൻ സാധിക്കും. ഒരുപാട് വഴിത്തിരിവുകൾ ഈ സംഭവത്തിൽ കാണുമെന്നുള്ളതാണ്. അപ്പൊ യൂസുഫ് അലൈഹി ഇസ്ലാം എങ്ങനെയാണ് ഫലസ്തീനിൽ നിന്ന് മിസ്രിൽ, ഈജിപ്തിൽ എത്തിയത് എന്നുള്ള ചോദ്യത്തിന്റെ ഒന്നാമത്തെ ഉത്തരം യൂസുഫ് നബി പൊട്ടക്കിണർ വഴിയാണ്, അല്ലെങ്കിൽ ഒരു കിണർ വഴിയാണ് എത്തിയത് എന്ന് പറയാം, അല്ലെ? അവിടുന്നാണ് യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു യാത്ര ആരംഭിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. യൂസുഫ് അലൈഹി ഇസ്ലാമിനെ അവർ കിണറ്റിലിട്ടു. ചെറിയ കുട്ടിയായിരിക്കില്ല, കുറച്ച് വളർന്ന കുട്ടിയാണ്. ആ സമയത്ത് ആ കുട്ടിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക, വളരെ അസ്വസ്ഥനാകുന്നുണ്ടാവും, അല്ലെ? പക്ഷെ ആ സമയത്ത് അല്ലാഹു തആല ഒരു വാചകം പറയുന്നുണ്ട്, ഔഹൈന ഇലൈ, നാം അവന് വഹയ നൽകി, ലതുനബ്ബി അന്നഹും ബി അംരിഹിം ഹാദാ, ഇതിനെക്കുറിച്ച്, താങ്കളെ ഇങ്ങനെ കിണറ്റിലിട്ടതിനെ കുറിച്ച് താങ്കൾ അവരോട് പറയുന്ന ഒരു നാൾ വരും. അള്ളാഹു പറയാണ്, ഈ കുട്ടിയെ കിണറ്റിലിട്ടു. അപ്പൊ കുട്ടിയോട് അള്ളാഹു പറയാണ്, നിന്നെ കിണറ്റിലിട്ടത് എന്തിനാണ് എന്നതിനെ കുറിച്ച് നീ തന്നെ അവരോട് പറയുന്ന ഒരു നാൾ വരും. വഹും ലാ യഷ്കുറൂൻ, അവർക്കതൊന്നും അറിയില്ല. അവരിപ്പോ താൽക്കാലികമായി ബാഹ്യമായിട്ട് വാപ്പാടെ സ്നേഹം കിട്ടണം എന്നാഗ്രഹിച്ചിട്ട് ചെയ്യുന്ന ഒരു പണി മാത്രമാണ്. പക്ഷെ അള്ളാഹുവോ വേറെ ഒരുപാട് ലക്ഷ്യങ്ങൾ ഇതിലൂടെ മുമ്പിൽ കാണുന്നുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം. അപ്പൊ ഇവിടെ ഈ സംഭവം നടന്നിട്ട് എന്താ പിന്നെ ഉണ്ടാകുന്നത്? പിന്നെ ഈ സഹോദരങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലാണ്. വീട്ടിൽ തിരിച്ചു ചെന്ന സഹോദരങ്ങൾ വാപ്പയുടെ മുമ്പിൽ വിഷയം അവതരിപ്പിക്കുന്നത്, ഒരു കള്ളം എങ്ങനെ ഏറ്റവും സമർത്ഥമായിട്ട് അവതരിപ്പിക്കാം, ഒരു കഴിവല്ലേ, അല്ലെ? പുതിയ കാലത്ത് അതിന് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. ഈ ഇലക്ഷൻ കാലമൊക്കെ ആകുമ്പോൾ കള്ളം തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മുഴുവനും. അതിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ സത്യം എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവാം. അപ്പൊ ഈ സംഭവം അവർ പ്രസന്റ് ചെയ്യുന്ന രീതി വളരെ സവിശേഷമാണ്. അവര് വാപ്പയുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയം എപ്പോഴാണെന്നറിയോ? എപ്പോഴാണ്?
അഷാഅൻ, ഈ സമയത്താണ് ചെല്ലുന്നത്. മഗ്‌രിബ് ഇശായൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരുട്ടിയ നേരത്താണ് ചെല്ലുന്നത്. അപ്പോൾ ഒരു പശ്ചാത്തല സംഗീതമുണ്ട്. എന്താണ്? യബുക്കൂൻ, അവരെല്ലാവരും കരയാണ്. 10 മക്കളുണ്ട്. എല്ലാവരും കൂടി കരഞ്ഞ് ബേജാറായിട്ട് വാപ്പയുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. അവരുടെ ഡയലോഗ് എന്തായിരിക്കും? വമാ അന്ത ബിമുഅ്മിനിൻ ലനാ, വാപ്പ ഞങ്ങൾക്കറിയാം, വാപ്പ ഞങ്ങളെ വിശ്വസിക്കൂലെന്ന് ഞങ്ങൾക്കറിയാം. വലൗ കുന്നാ സാദിഖീൻ, ഞങ്ങൾ സത്യം പറഞ്ഞാലും വാപ്പ വിശ്വസിക്കില്ല എന്നറിയാം. പിന്നെ സത്യം പറയേണ്ട കാര്യമുണ്ടോ? കള്ളം തന്നെ പറയാലോ അല്ലേ എന്ന പോലെയാണ് അവർ സംസാരിക്കുന്നത്. അത് ഒരു പ്രത്യേക ശൈലിയാണ്. ഞങ്ങൾ എന്ത് പറഞ്ഞാലും അങ്ങ് വിശ്വസിക്കൂല എന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് അവര് സംസാരിച്ചു തുടങ്ങുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വിഷയം മുന്നോട്ട് പോകും. അപ്പൊ അതിലവർ തെളിവായിട്ട് ഹാജരാക്കുന്നത് യൂസഫിന്റെ തന്നെ ഒരു കുപ്പായമാണ് അല്ലെ. ആ കുപ്പായത്തില് അവർ രക്തം പുരണ്ടിട്ടുണ്ട്. അത് ദമിൻ ഖദിബ്, അത് വ്യാജമായ രക്തമായിരുന്നു. അവരെന്താ പറഞ്ഞത്? ചെന്നായി പിടിച്ചോണ്ട് പോയി, അപ്പോ ഞങ്ങൾ പിടിച്ചു വലിച്ച് ഈ കുപ്പായം മാത്രം കിട്ടിയതാണ് എന്നായിരിക്കും പറഞ്ഞത്. അവന്റെ രക്തമാണ്, പക്ഷെ അത് ചെന്നായിയുടെ രക്തമായിരുന്നു. സാഹചര്യ തെളിവ് ഹാജരാക്കിയതാണത്. വാപ്പ എന്താ പ്രതികരിക്കുന്നത്? ഫസബ്റുൻ ജമീൽ, ഭംഗിയായ ക്ഷമ എന്ന് മാത്രമാണ് വാപ്പാന്റെ പ്രതികരണം. വാപ്പയുടെ മനസ്സിൽ എന്തൊക്കെയോ സംഗതി ഓടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം അല്ലെ. ഈ മക്കളുടെ പ്രവർത്തനം അല്ലെങ്കിൽ അവരുടെ പ്രതികരണവും സംസ്കാരവും ഒക്കെ വാപ്പാക്ക് നന്നായിട്ട് അറിയാം എന്നുള്ളതാണ്. അപ്പൊ ഇതിലൊക്കെയും നമ്മുടെ കുടുംബഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ആലോചിക്കാനുള്ള ഒരുപാട് പാഠങ്ങൾ കാണാം. പിന്നെ അത് ആ യൂസുഫ് അലൈഹി ഇസ്ലാമിനെ കച്ചവട സംഘം കണ്ടെടുക്കുന്നു, അടിമച്ചന്തയിൽ വിൽക്കുന്നു. അടുത്ത ഘട്ടത്തിലേക്ക് പോവാണ്. കിണർ വഴി ഇപ്പൊ അടിമച്ചന്തയിലാണ് യൂസുഫ് അലൈഹി ഇസ്ലാം എത്തുന്നത് അല്ലെ. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് എത്തുന്നത് ഒരു പ്രഭുവിന്റെ ഭവനത്തിലേക്കാണ് എത്തുന്നത് അല്ലെ. അവിടുത്തെ രാജാവാണോ അല്ലെങ്കിൽ പ്രഭുവാണോ, ഏതായാലും അവിടുത്തെ ഭരണകൂടവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരാളുടെ കയ്യിൽ, അദ്ദേഹത്തിന്റെ വീട്ടിൽ എത്തിച്ചേരുന്നു എന്ന് മനസ്സിലാക്കാം. രംഗം പെട്ടെന്ന് മാറി. കിണറ്റിൽ നിന്ന് അടിമച്ചന്തയിൽ, അവിടെ നിന്ന് സുഖ സമൃദ്ധമായ ഒരു വീട്ടിലേക്ക് അല്ലെങ്കിൽ കൊട്ടാരത്തിലേക്കാണ് എത്തിച്ചേരുന്നത് എന്ന് കാണാം. അവിടെ അള്ളാഹു പറയുന്നുണ്ട്, വകദാലിക മക്കന്നാ ലിയൂസുഫ ഫിൽ അർദ്, ഇപ്രകാരം യൂസുഫിന് ഈ ഭൂമിയിൽ നാം വാസസ്ഥലവും സ്ഥിര സംവിധാനവും ഒക്കെ ഒരുക്കി കൊടുത്തു എന്ന് പറയാണ്. പിന്നെ പറയുന്നുണ്ട്, അവിടെ തന്നെയാണ് പറയുന്നത്, ഈ സ്വപ്ന വ്യാഖ്യാനത്തിന്റെ കഴിവ് നൽകി എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് വലമ്മ ബലഗ അശുദ്ധഹു ആതൈനാഹു ഹുക്മൻ വഇൽമ, കുറച്ചുകൂടി പക്വത ആർജിച്ചപ്പോൾ ഹുക്മും ഇൽമും, യുക്തിബോധവും അതുപോലെ അറിവും അഥവാ നുബുവത്ത് നൽകുന്നു എന്നതിനെ കുറിച്ചുള്ള സൂചനകളാണ് പിന്നെ നൽകുന്നത്. അത് ഇടയിൽ വെച്ച് പറയുന്നത്. അതിനുശേഷം പിന്നെ പറയുന്ന വിഷയം എന്താണ്? ആ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ് പിന്നത്തെ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് എന്ന് കാണാം. എന്താ സംഭവം? ആ പ്രഭു പത്നി യൂസുഫ് അലൈഹി ഇസ്ലാമില് ആകൃഷ്ടയാകുന്നു എന്നതാണ്. റാവദത്ത്, അവൾ അദ്ദേഹത്തെ പ്രലോഭിപ്പിക്കുവാൻ ശ്രമിക്കുന്നു, പാട്ടിലാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ വളച്ചെടുക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയാം. എന്നിട്ട് ഹൈ തലക് എന്നൊരു വാക്കുണ്ട്, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. ആര്? ആ സ്ത്രീ യൂസുഫ് നബിക്ക് വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുന്നു എന്നൊരു പ്രയോഗം. പക്ഷെ ഇതില് ഇങ്ങനെ അതിവൈകാരികവും അതുപോലെ തന്നെ വല്ലാത്ത ഈ ഒരു സ്തോഭജനകമായ, മനസ്സുകളിൽ വല്ലാത്ത പലതരത്തിലുള്ള ചിന്തകൾ ഉണർത്തുന്ന കാര്യങ്ങൾ പരാമർശിക്കും. പക്ഷെ അത് ഭംഗിയുള്ള ഏറ്റവും ഉയർന്ന സാഹിത്യ ഭാഷയിലൂടെയാണ് കടന്നു പോവുക. അല്ലാതെ എവിടെയും ഇങ്ങനെയൊക്കെ സാധ്യതകളുള്ള ഒരു സന്ദർഭത്തിലും മോശപ്പെട്ട അല്ലെങ്കിൽ തെറ്റായ ഒരു സന്ദേശം നൽകുന്ന ഒരു പദപ്രയോഗവും നമുക്ക് കാണാൻ സാധ്യമല്ല എന്നുള്ളതാണ്. പിന്നെ ആ സംഭവം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, യൂസുഫ് അലൈഹി ഇസ്ലാമില് ആ പ്രഭു പത്നി ഭ്രമിച്ചു പോകുന്നു. അങ്ങനെ യൂസുഫ് അലൈഹി ഇസ്ലാം ഒരിടത്ത് നിൽക്കുമ്പോൾ വാതിൽ അടയുന്നു, ആ സ്ത്രീ അകത്ത് വരുന്നു. യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ നിശ്ചയദാർഢ്യമാണ് പിന്നെ നമ്മളവിടെ കാണുന്നത്. ഫസ്തബഖാ ലദൽ ബാബ്, യൂസുഫ് അലൈഹി ഇസ്ലാം ഇറങ്ങി ഓടാണ്. ഇസ്തബഖ എന്ന് പറഞ്ഞാൽ മത്സരിച്ചോടുക എന്നാണ്.
അപ്പൊ മുമ്പിൽ യൂസുഫ്, പിറകില് ആ സ്ത്രീ, അല്ലെ? ലദൽ ബാബ്, വാതിലിന്റെ നേരെ, ഉമ്മറ വാതിൽക്കലേക്ക് ഓടിച്ചെല്ലുന്നു എന്ന് മനസ്സിലാക്കണം. യൂസുഫ് അലൈഹി സ്വലാം ഓടിയപ്പോൾ പിന്നാലെ അവരും. എന്നിട്ടോ അവൾ യൂസുഫിന്റെ വസ്ത്രം പിറകിൽ നിന്ന് പിടിച്ചു വലിക്കുന്നു. അങ്ങനെ വസ്ത്രത്തിന്റെ പിറകുവശം കീറുന്നു. ആ സമയത്ത് തന്നെ മുമ്പിൽ യജമാനൻ പ്രത്യക്ഷപ്പെടുന്നു. അതാണ് അടുത്ത സീൻ. അദ്ദേഹം വീട്ടിലേക്ക് കയറി വരുന്ന സമയമായിരിക്കും. ആ സമയത്ത് ആ സ്ത്രീയുടെ പ്രതികരണം ഒന്ന് ശ്രദ്ധിക്കണം. എന്താ പറയുന്നത്? അവര് പറയാണ്, മാ ജസാഉ മൻ അറാദ ബി അഹ്ലിക സൂഅ, താങ്കളുടെ വീട്ടുകാരിയെ കൊണ്ട് തെറ്റായ കാര്യം ഉദ്ദേശിച്ച ഇയാൾക്ക് എന്താണ് താങ്കൾ ശിക്ഷയായിട്ട്, പ്രതിഫലമായിട്ട് നൽകാൻ പോകുന്നത്? പെട്ടെന്ന് വിഷയം മാറിയണ്ട. ആ സ്ത്രീ യൂസുഫ് അലൈഹി ഇസ്ലാമിനെ വശീകരിക്കാൻ ശ്രമിച്ചാണ്. പക്ഷെ രംഗം മാറിയപ്പോൾ പെട്ടെന്ന് അവരുടെ സംസാരം മാറി, അല്ലെ? എന്നെ ഇയാള് നശിപ്പിക്കാൻ ശ്രമിച്ചാണ്. അപ്പൊ അതിനാൽ ഇങ്ങനെയുള്ള ഇയാൾക്ക് എന്ത് ശിക്ഷയാണ് താങ്കളുടെ പക്കലുള്ളത്? എന്നിട്ട് അവര് തന്നെ ശിക്ഷയും വിധിക്കുന്നുണ്ട്. ഇല്ല യുസ്ജന ഔ അദാബുൻ അലീം, ഒന്നുകിൽ ജയിലിൽ അടക്കപ്പെടണം, അല്ലെങ്കിൽ വേദനയേറിയ ശിക്ഷ കൊടുക്കണം എന്നാ പറയുന്നത്. പെട്ടെന്ന് രംഗം മാറിയതാണ്, അല്ലെ? നമ്മൾ പത്രങ്ങളിലൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന ചില സംഭവങ്ങളുണ്ട്. ഈ പീഡന വാർത്തകൾ വായിക്കാറില്ലേ? അതിൽ ചിലതൊക്കെ എങ്ങനെയായിരിക്കും? അവര് കുറെ ഒന്നിച്ച് ലിവിങ് ടുഗദറിന്റെ കാലമാണ്, ഒന്നിച്ച് ജീവിച്ച് പെട്ടെന്ന് എന്തോ കാരണത്താൽ അവർ തമ്മിൽ തെറ്റിയപ്പോ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് വിഷയം ഉണ്ടാക്കുന്നത് കാണാം, അല്ലെ? അതിലൊക്കെ കോടതി ഇടപെട്ട വാർത്തകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള കേസിൽ അത് ആ നിലക്കല്ല വിലയിരുത്തപ്പെടുക എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ഇവിടെ ഈ വിഷയത്തെ പെട്ടെന്ന് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ആ സ്ത്രീ ശ്രമിക്കുന്നത് കാണാം. അവിടെ യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ ഒരു പ്രതികരണമുണ്ട്. ചുരുങ്ങിയ വാക്കുകളിൽ, ഹിയ റാവദത്നി അൻ നഫ്സി, ഇവൾ എന്നെ വശീകരിക്കാൻ ശ്രമിച്ചതാണ്. ഒറ്റൊരു വാചകം, വേറെ ഒച്ചപ്പാടും ബഹളമൊന്നുമില്ല. സത്യം യൂസുഫ് അലൈഹി ഇസ്ലാമിന് അറിയാം. അവിടെ കുറഞ്ഞ വാക്കുകൾ മാത്രമാണ്. യൂസുഫ് അലൈഹി ഇസ്ലാം വാക്കുകൾ പറയുന്നത് വളരെ ചുരുങ്ങിയ രൂപത്തിലാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണത്. ബഹളം വെക്കുന്നില്ല, വളരെ ശാന്തമായിട്ട് കാര്യം പറയുന്നു എന്ന് മാത്രം. പിന്നെ അവിടെ ഉണ്ടാകുന്ന എന്താണ്? അവിടെ ഒരു സാക്ഷിമൊഴി നടക്കുന്നുണ്ട്. ഈ സംഭവം കണ്ടു നിൽക്കുന്ന മറ്റൊരാള് സാക്ഷിമൊഴി നൽകുന്നുണ്ട്. എന്നിട്ട് അയാള് അതിൽ വിധി പറയുന്നുണ്ട്. എന്താ വിധി? ആരെയാണ് ആക്രമിച്ചത്? സ്ത്രീ ചെല്ലുന്നു. അപ്പൊ കുപ്പായത്തിൽ പിടിച്ചപ്പോ വസ്ത്രത്തിന്റെ പിറകുവശം കീറി എന്നതരമാണ് എന്നൊരു പ്രയോഗം നടത്തുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഒന്നുകിൽ സാക്ഷി അല്ലെങ്കിൽ അവിടെയുള്ള പ്രഭു പറയുന്ന മറ്റൊരു വാചകം എന്താണെന്നറിയാം? യൂസുഫ് ആരിൽ അൻഹാദ, യൂസുഫെ വിട്ടേക്ക്, വെറുതെ പ്രശ്നത്തിനൊന്നും നിൽക്കണ്ട. വസ്തഗ്ഫിരി ലിദംബിക്, എന്നിട്ട് സ്ത്രീയോട് പറയാണ്, നീ ചെയ്ത തെറ്റിന് നീ ഇസ്തിഗ്ഫാർ ചെയ്യും, പാപമോചനം തേടും. ഇത്രേ പറയുന്നുള്ളൂ. ഒരു ഭർത്താവാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതിയോ? പോരല്ലോ. യൂസുഫ് അത് വിട്ടേക്ക് എന്നല്ലല്ലോ പറയല്ലേ. ഇനി സാക്ഷിയാണെങ്കിലും അങ്ങനെ പറഞ്ഞാൽ പോരാ, ഗുരുതരമായ വിഷയമാണിത്. അതിൽ നിന്ന് എന്താ മനസ്സിലാകുന്നത്? അന്നത്തെ സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ധാർമ്മിക അവസ്ഥ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളതാണ്. പുതിയ കാലത്ത് അങ്ങനെയൊക്കെ അല്ലേ? എന്താണ് സദാചാര പോലീസ്, അല്ലെ? ഒരാൾ ഉപദേശിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ മറൈൻ ഡ്രൈവിൽ എവിടെയെങ്കിലും രണ്ടാള് കൊടയും ചൂടി ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ടില്ലേ? അങ്ങനെ ഇരിക്കുമ്പോൾ അവർ ചെന്ന് ഉപദേശിച്ചാൽ ആ സദാചാര പോലീസ് വന്നിരിക്കുന്നു എന്നാ പറയാം, അല്ലെ? അങ്ങനെ ഒരു കാലമുണ്ട്. അതുകൊണ്ട് വല്ലാതെ ഉപദേശിക്കാനൊന്നും ഇയാൾ നിൽക്കുന്നില്ല. വിട്ടേക്ക് യൂസുഫെ എന്ന് യൂസുഫിനോട് പറയാണ്. നീ പോയിട്ട് അതിന് പാപമോചനം തേടൂ എന്ന് അവളോട് പറയുന്നു എന്നാണ്. അവിടെ അല്ലാഹു സുബ്ഹാനഹു തആല ഇടപെടുന്നുണ്ട്. വലഖദ് ഹമ്മത് ബിഹി, ആ സ്ത്രീ പ്രഭു പത്നി അദ്ദേഹത്തിൽ ആകൃഷ്ടനായി. വഹമ്മ ബിഹ, അദ്ദേഹം അവളിലും, യൂസുഫ് അലൈഹി ഇസ്ലാം അവളിലും ആയേനെ, ലൗല അർറഅ ബുർഹാന റബ്ബി, തൻ്റെ റബ്ബിൽ നിന്നുള്ള വ്യക്തമായ ഒരു തെളിവ് അദ്ദേഹം കണ്ടില്ലായിരുന്നെങ്കിൽ. വല്ലാത്തൊരു സന്ദർഭമാണ് അത്, അല്ലെ? അവിടെ വഹമ്മ ബിഹ എന്ന് പറഞ്ഞ് ഓർത്ത് നിർത്താൻ പാടില്ല എന്നാണ്. യൂസുഫ് നബി അവരിലും അതേപോലെ ആകൃഷ്ടയായി എന്നാകും എന്നൊരു അവിടെ അർത്ഥം. മറിച്ച് അതിൻ്റെ കൂടെ ലൗല അർറഅ ബുർഹാന റബ്ബി, തൻ്റെ റബ്ബിൽ നിന്നുള്ള ഈ തെളിവ്, സാക്ഷ്യം
അഥവാ യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ മനസ്സിൽ പെട്ടെന്ന് ഇത് ഗുരുതരമായൊരു വിഷയമാണല്ലോ എന്ന് അള്ളാഹു താല ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് യൂസുഫ് നബിക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചത് എന്ന് ഖുർആൻ എടുത്തു പറയുന്നത് കാണാൻ പറ്റും. അപ്പൊ ഏതായാലും അന്നത്തെ ഒരു സാമൂഹിക അന്തരീക്ഷം വെച്ച് നോക്കുമ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ കാലത്തെ കുറിച്ച് പറയുന്നില്ല, ഇത് ലിബറൽ കാലഘട്ടമാണ്. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടോ? ഓ, ലിബറൽ കാലമാണോ? അപ്പൊ പിന്നെ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ആകുള്ളൂ? അങ്ങനെ കാലം നമ്മൾ സൃഷ്ടിക്കുകയാണ് അല്ലേ? ഇത് ലിബറൽ കാലഘട്ടമാണ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ ഒന്ന് ലൂസായി. അപ്പൊ ലിബറൽ കാലമാണെങ്കിൽ പിന്നെ ആർക്കും എന്തും ആകാമല്ലോ എന്നുള്ള ഒരു വ്യാഖ്യാനം അതിൻ്റെ കൂടെ പിന്നെ ചേർന്ന് വരുന്നതായിട്ട് കാണാൻ പറ്റുന്നതാണ്. അപ്പൊ ഏതായാലും ഇത് സംഭവമായി, സംഭവം നാട്ടിൽ പാട്ടായി അല്ലേ? അപ്പൊ പിന്നെ എന്താ സംഭവിക്കാം? അപ്പൊ അവിടെയുള്ള നഗരവാസികളായ സ്ത്രീകളൊക്കെ ഒരുമിച്ച് കൂടി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു, കുശുമ്പ് പറയുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കണം അന്നത്തെ സമൂഹത്തിന്റെ സദാചാര ബോധം അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായാൽ എന്താ ചെയ്യേണ്ടത്? മിണ്ടാതിരിക്കുക വേണ്ടത് അല്ലേ? കാരണം ഫാഹിഷത്ത്, ഇത്തരം തിന്മകൾ സമൂഹത്തിൽ പ്രചരിക്കാതിരിക്കാൻ ആണ് ശ്രമിക്കേണ്ടത് എന്നുള്ളതാണ്. പക്ഷെ ഇങ്ങനെ കുശുമ്പ് പറയാൻ തുടങ്ങിയപ്പോൾ ഈ പ്രഭു പത്നി എന്താ ചെയ്യുന്നത്? അവര് അങ്ങനെയാണെങ്കിൽ ഇവരെ ഒന്ന് പരീക്ഷിക്കണമല്ലോ എന്ന് തീരുമാനിച്ചിട്ട് ഇങ്ങനെയുള്ള അവിടുത്തെ VIP കുടുംബങ്ങളിലെ സ്ത്രീകളൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് അവർക്കിടയിൽ ഒരു പരീക്ഷണം നടത്താൻ നല്ല ഫുഡൊക്കെ റെഡിയാക്കി എന്നിട്ട് അവരെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് പിന്നെ അവരുടെയൊക്കെ കയ്യിൽ ഒരു കത്തിയും കൊടുത്തു എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അപ്പൊ അതിനിടയിൽ ലോകസുന്ദരനായ യൂസുഫ് അലൈഹി ഇസ്ലാമിനെ അങ്ങോട്ട് ആനയിക്കുന്നു. യൂസുഫ് അലൈഹി ഇസ്ലാം എന്തിനാ നിന്ന് കൊടുക്കുന്നത്? യൂസുഫ് അലൈഹി ഇസ്ലാം അന്ന് അടിമയാണ്, ആ വീട്ടിലെ അടിമയായിട്ടാണല്ലോ ഉള്ളത്. അതുകൊണ്ട് അതിന് വിധേയനാവാൻ മാത്രമാണ് കഴിയുള്ളൂ എന്നതുകൊണ്ടാണ്. അങ്ങനെ അങ്ങോട്ട് ആനയിക്കപ്പെടുന്നു. യൂസുഫ് അലൈഹി ഇസ്ലാമിനെ കണ്ടിട്ട് അവരൊക്കെ സ്തംഭിച്ചു പോകുന്നു. അവര് അറിയാതെ സ്വന്തം കൈ മുറിച്ചു പോകുന്നു, പരിസരബോധം മറന്നു പോകുന്നു എന്നൊക്കെയാണ് പിന്നെ അതുമായി ബന്ധപ്പെട്ട വിശകലനങ്ങൾ. അവർ പറയുന്നുണ്ട്, ഹാഷലില്ല, ദൈവമേ, മാ ഹാദ ബഷർ, ഇതൊരു മനുഷ്യനല്ലല്ലോ, ഇൻ ഹാദ ഇല്ല മലക്കും കരീം, ഇത് ആദരണീയനായ ഒരു മലക്കാണല്ലോ എന്ന് അവർ പറഞ്ഞു പോകുന്നുണ്ട്. അത്രയും യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ സൗന്ദര്യമാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനുഷ്യനെ അത്രയും ആകർഷിക്കുന്ന ഒരു പ്രകൃതം ഉണ്ടായിരുന്നു എന്നാണ്. അപ്പൊ എന്തിനാണ് ഈ സ്ത്രീ സൽക്കാരം നടത്തിയത്? എന്തിനായിരിക്കും? ഞാൻ മാത്രമല്ല, ഇതുപോലെ തന്നെയാണ് ഈ നാട്ടിലെ പെണ്ണുങ്ങൾ എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പൊ അതൊക്കെ മനസ്സിലാവുക, അന്നത്തെ സംസ്കാരം അത്രയൊക്കെ ഉള്ളൂ എന്നാണ് അതിന് തിരിച്ചറിയേണ്ടത്. ഞാനെന്ത് തെറ്റാ ചെയ്തത്? ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ആർക്കും ഇത് സംഭവിച്ചു പോകില്ലേ എന്ന നിലക്കാണ് അവരതിനെ വിലയിരുത്തുന്നത് എന്ന് മനസ്സിലാവും. എന്നിട്ട് അവർ പറയുന്നുണ്ട്, ഈ സംഭവം നടന്നപ്പോ, ഇതിന്റെ പേരിലാണ് ഇവരെന്നെ ആക്ഷേപിച്ചത്, അഥവാ ആർക്കും സംഭവിക്കാവുന്നതാണ് ഇത് എന്ന രൂപത്തിൽ അവർ പറയുന്നുണ്ട്. വലഖദ് റാവത്തുഹു അൻ നഫ്സി, ഞാൻ അവനെ ആഗ്രഹിച്ചിട്ടുണ്ട്, വശീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഫസ്തഅസം, പക്ഷെ അവൻ അതിന് വിധേയനായില്ല എന്നും ആ സ്ത്രീ പറയാണ്. എന്നിട്ട് പിന്നെയും പറയുന്നു, വലഇല്ലം യഫ്അൽ മാ ആമുറു, ഞാൻ അവനോട് ആവശ്യപ്പെട്ട കാര്യം അവൻ ചെയ്തില്ലെങ്കിൽ ലയുസ് ജനന്ന, അവൻ ജയിലിലടക്കപ്പെടും. വലയക്കൂന മിന സാഗിരീൻ, അവൻ സമൂഹത്തിൽ നിന്ദ്യനും അപമാനിതനുമാകും. ഞാനിത് പ്രചരിപ്പിക്കും, എന്നെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കും എന്നാണ് ആ സ്ത്രീ ആ മറ്റ് സ്ത്രീകളുടെ ഇടയിൽ വെച്ച് വിളിച്ചു പറയുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതിലൊക്കെ അന്നത്തെ ഒരു സാമൂഹിക അന്തരീക്ഷം നമുക്ക് മനസ്സിലാകുന്നു അല്ലെ? ഇപ്പൊ ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പോവാണ് എന്നുള്ളതാണ്. ഇത് പലപ്പോഴും നമ്മുടെ നാട്ടിലും സംഭവിക്കുന്ന ഒരു കാര്യമാണല്ലോ. സ്ത്രീകൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ മുഖവിലക്കെടുക്കണം എന്ന നിലക്കാണ് കോടതികളിലെ പരാമർശങ്ങൾ വരാറ്. മറുവശത്തുള്ള ആള് ഒരുപക്ഷെ നിരപരാധിയായിരിക്കാം, അത് പരിഗണിക്കപ്പെടാത്ത അവസ്ഥകൾ ഉണ്ടാകുന്നു എന്നത് ഇതോട് ചേർത്ത് മനസ്സിലാക്കണം. ഈ ഒരു ഘട്ടത്തില് യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്. യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെതായിട്ട് ഈ 2 പ്രാർത്ഥനകളാണ് ഈ സൂറയിൽ വരുന്നത്. അതിൽ ഒന്ന്,
റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മ യദ്ഊനനി ഇലൈ. പടച്ചോനെ, ഇവർ എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാര്യമുണ്ടല്ലോ, ഗുരുതരമായ ഒരു തെറ്റിലേക്കാണ് എന്നെ ഇവർ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനേക്കാൾ എനിക്ക് ഉത്തമം അസ്സിജ്നു അഹബ്ബു ഇലയ്യ, തടവറയാണ്, ജയിലാണ് ഇതിനേക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത് എന്ന് പറയാണ്. ഇത് വല്ലാത്തൊരു പ്രയോഗമാണ്. ഇത് ശരിക്കും ആലോചിച്ച് നോക്കിയാൽ അല്ലെ. എന്നിട്ട് പറയുന്നുണ്ട്, വഇല്ലാ തസ്രിഫ് അന്നി കൈദഹുന്ന, ഇവരുടെ കുതന്ത്രങ്ങൾ നീ എന്നിൽ നിന്ന് തിരിച്ചുവിടുന്നില്ലെങ്കിൽ അസ്ബു ഇലൈഹിന്ന, ഞാൻ അവരിൽ ആകൃഷ്ടനായി പോകുമോ എന്ന് ഭയപ്പെടുന്നു. യുവാവാണ്, തനിച്ചാണ്, ഏത് അർത്ഥത്തിലുള്ള തെറ്റിലേക്ക് വഴുതി വീഴാനുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന അന്തരീക്ഷമാണ്. ഇവിടെ ഒരാൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുക എന്നത് വളരെ ഗുരുതരമായ ഒരു വിഷയമായിരിക്കും അല്ലെ. അവിടെയാണ് അള്ളാഹുവിൽ അഭയം തേടിക്കൊണ്ട്, പടച്ചവനെ, ഞാൻ ഇവർക്ക് പിടികൊടുക്കുന്നതിനേക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നത് ജയിലറയാണ് എന്ന് യൂസുഫ് അലൈഹിസ്സലാം. അക്കുമിനൽ ജാഹിലീൻ, ഞാനെങ്ങാനും ഇവർക്ക് പിടികൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അവിവേകികളിൽ അകപ്പെട്ടു പോകുമല്ലോ എന്ന് പറയുന്നുണ്ട്. ഇത് വളരെ ഗുരുതരമായൊരു സാഹചര്യമാണ്. നമുക്ക് ഒരു പ്രതിരോധത്തിന്റെ കരുത്ത് ആർജിക്കാൻ കഴിയേണ്ട ഒരു സന്ദർഭമാണ്. ഇത്തരത്തിലുണ്ടല്ലോ, മാനസികവും ശാരീരികവും ഒക്കെ ആയിട്ട് മനുഷ്യൻ തെറ്റിലേക്ക് വഴുതി വീഴാൻ ഇടയുള്ള സാഹചര്യത്തിൽ അടിയുറച്ച ഈമാൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരാൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രലോഭനങ്ങളെ പ്രതിരോധിക്കുവാനുള്ള വഴി എന്താണ് എന്നാണ് യൂസുഫ് അലൈഹിസ്സലാം ആലോചിക്കുന്നത്. അവിടെ ഇവിടെ നിന്ന് ജയിലിലേക്ക് പോകലാണ് ഇതിലേക്ക് നല്ലത് എന്ന് ചിന്തിക്കുന്നു. ഇതേപോലെ സൂറത്തുൽ കഹ്ഫിൽ ഉണ്ടല്ലോ, ആ സംഘം യുവാക്കൾ അവരുടെ ഈമാൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? ഒരു ഗുഹയിൽ അഭയം തേടുകയാണ് അല്ലെ. അപ്പൊ സ്വന്തത്തെ സംരക്ഷിക്കാൻ വേണ്ടി ചില ഘട്ടങ്ങളിൽ അത്രയും ധീരമായ അല്ലെങ്കിൽ ത്യാഗപൂർണമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്നു എന്നാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. സ്വയം തടവറ സൃഷ്ടിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അതിനെ ഒരു ശിക്ഷ പോലെ ഏറ്റുവാങ്ങുക. ഈ പ്രാർത്ഥനയെക്കുറിച്ച് തഫ്സീറുകളൊക്കെ പറയുന്നുണ്ട്, മനസ്സിന്റെ അടിത്തട്ടിൽ നിന്നുയരുന്ന ആഴമേറിയ വളരെ കരുത്തുറ്റ പ്രാർത്ഥനയാണിത്. മനസ്സിന്റെ ഉള്ളിൽ നിന്ന് സംഭവിക്കുന്നതാണ്. ഏതർത്ഥത്തിലും പ്രലോഭനങ്ങൾക്ക് വഴിപ്പെട്ടു പോകാൻ ഇടയുള്ള സമയത്താണ് പടച്ചോനെ, ഇതിലും നല്ലത് എനിക്ക് ജയിലറ തന്നെയാണ് എന്ന യൂസുഫ് അലൈഹിസ്ലാമിന്റെ വാക്കുകൾ നമ്മൾ പ്രത്യേകിച്ച് ഓർക്കണം. ഇവിടെ യൂസുഫ് അലൈഹിസ്ലാം പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹുവിൽ നിന്ന് ഉടനെ തന്നെ അതിന് മറുപടി വരുന്നുണ്ട്. ഫസ്തജാബ എന്ന് പറഞ്ഞുകൊണ്ട്, ഫസ്തജാബ ലഹു റബ്ബു, അള്ളാഹു താല ഉടൻ ഉത്തരം നൽകുന്നു. അവരുടെ തന്ത്രങ്ങളിൽ നിന്ന് യൂസുഫ് അലൈഹി ഇസ്ലാമിനെ അള്ളാഹു സുബ്ഹാനഹു തആല മാറ്റുന്നു എന്നാണ്. അതിന്റെ ഭാഗമായിട്ടാണ് യൂസുഫ് അലൈഹി ഇസ്ലാം ജയിലിൽ അകപ്പെടുന്നത്. ഈ സ്ത്രീയാണ് അതിന്റെ പിന്നില്. അതേ സമയത്ത് അള്ളാഹുവിന്റെ തീരുമാനവും ഈ സന്ദർഭത്തിൽ യൂസുഫ് അലൈഹി ഇസ്ലാം ആഗ്രഹിച്ചതുപോലെ തന്നെ ജയിലിൽ അടക്കപ്പെടുക എന്നതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇവിടെ ഈ ഒരു വശത്തേക്ക് എത്തുമ്പോണ്ടല്ലോ, സൂഫി ചിന്താഗതിയില്ലേ, ഇന്നത്തെ കാലത്ത് ഭൗതികത വല്ലാതെ ഉറഞ്ഞു തുള്ളുന്ന ഈ കാലത്ത് എനിക്ക് എൻ്റെ ഈമാനിനെ രക്ഷിക്കണമെങ്കിൽ എവിടെയെങ്കിലും മല കയറി പോവുകയോ അങ്ങനെ ഏതെങ്കിലും നിലക്ക് എന്നെ രക്ഷപ്പെടുത്തലാണ് ഇനി വഴിയുള്ളൂ, വേറെ വഴിയില്ല എന്ന് ചിന്തിക്കുന്ന ഒരു പ്രകൃതമല്ലേ. അങ്ങനെ ചിന്തിക്കുന്നവർ ഇത് അതിനെ തെളിവായിട്ട് പറയും. കണ്ടോ, യൂസുഫ് അലൈഹി ഇസ്ലാം അത്തരമൊരു സാഹചര്യത്തിൽ ജയിലറയല്ലേ ആഗ്രഹിച്ചത്. പക്ഷെ യൂസുഫ് അലൈഹിസ്സലാം സ്വന്തം വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ജയിലർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതോടുകൂടി യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ ജീവിതമോ ദൗത്യമോ അവസാനിക്കുന്നില്ല. പിന്നെയും യൂസുഫ് അലൈഹി ഇസ്ലാം തന്റെ ദൗത്യവുമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ജയിലിൽ അകപ്പെടുന്നു യൂസുഫ് അലൈഹി ഇസ്ലാം. ഒരുപക്ഷെ നമ്മുടെ നാട്ടില് ഉണ്ടല്ലോ, വിചാരണ തടവുകാർ എന്ന പേരിൽ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് അവർക്കും അറിയില്ല, അവരെ പിടിച്ചോണ്ട് പോയവർക്കും അറിയില്ല അല്ലെ. ഇങ്ങനെ ആയിരങ്ങൾ ജയിലുകൾ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരുപാട് യുവാക്കൾ അവരുടെ യുവത്വത്തിന്റെ നല്ല കാലം മുഴുവൻ ജയിലറയിൽ ഹോമിച്ചിട്ട്
പിന്നീട് അവരെ പുറത്തേക്ക് വിടുന്നൊരു സാഹചര്യം കാണാൻ പറ്റും. അപ്പൊ ആ ഒരു അവസ്ഥയിൽ തെറ്റ് ചെയ്യാത്ത നിരപരാധിയായ വിശുദ്ധനായ ഒരാള് ജയിലിൽ അകപ്പെട്ടൊരു സാഹചര്യം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ജയിലിലെത്തിയ യൂസുഫ് അലൈഹി ഇസ്ലാം എന്താ ചെയ്യുന്നത്? എന്താ ചെയ്യാം? അവിടെ പ്രബോധന പ്രവർത്തനങ്ങൾ ഏർപ്പെടുക ചെയ്യുന്നത്. അതിൽ നിരാശപ്പെട്ട് ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് കരുതുന്നതിന് പകരം പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. നമ്മൾ ജയിലനുഭവങ്ങൾ, സൈനബുൽ ഗസാലിയുടെ ജയിലനുഭവങ്ങൾ, അതുപോലെ ഇഖ്വാനുൽ മുസ്ലിമൂന പ്രവർത്തകരുടെയൊക്കെ അനുഭവങ്ങളൊക്കെ വായിക്കുമ്പോൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. അതുപോലെ നമ്മുടെ റാസിഖ് റഹീം, മലയാളിയായ അദ്ദേഹത്തിൻ്റെയൊക്കെ പുസ്തകങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം ജയിലിനകത്ത് ചെയ്ത സേവന പ്രവർത്തനങ്ങളും പ്രബോധന പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെയുള്ള പുസ്തകം ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പൊ എന്ന പോലെ യൂസുഫ് അലൈഹി ഇസ്ലാം ജയിലറയിൽ എത്തിയപ്പോൾ അവിടെ തൻ്റെ സഹ തടവുകാർക്ക് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന സന്ദർഭങ്ങൾ കാണാൻ സാധിക്കുന്നു എന്നതാണ്. അതിൽ പ്രത്യേകമായിട്ട് ഖുർആൻ തന്നെ എടുത്തു പറയുന്ന ഇതാണ്, അദ്ദേഹത്തിൻ്റെ 2 സഹ തടവുകാര്. അവര് ഒരുപക്ഷെ കൊട്ടാരത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു. എന്തോ തെറ്റ് സംഭവിച്ചിട്ട് ജയിലിൽ അകപ്പെട്ടാണ്. ഒരാള് രാജാവിന് കള്ള് പിഴിഞ്ഞു കൊടുക്കുന്ന ആളായിരുന്നു, മറ്റേ റൊട്ടി ഉണ്ടാക്കുന്ന ആളായിരുന്നു എന്നാണ് മനസ്സിലാവുന്നത്. അപ്പൊ ചിലപ്പോൾ കള്ളിൽ ഈച്ച വീണതോ റൊട്ടി കരിഞ്ഞു പോയതോ അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം അവർ ജയിലിൽ അകപ്പെട്ടത്. അപ്പൊ ഇവര് രണ്ടുപേരും സ്വപ്നം കാണുന്നു. ഈ സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം യൂസുഫ് അലൈഹി ഇസ്ലാമിനോട് അവർ ചോദിക്കുന്നു. എന്തായിരിക്കും കാരണം? യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ ജീവിത വിശുദ്ധിയും വ്യക്തിത്വമൊക്കെ കണ്ടിട്ടാണ്. അവർ തന്നെ പറയുന്നുണ്ട്, ഇന്ന നറാക മിനൽ മുഹ്സിനീൻ, താങ്കൾ നല്ല സുഹൃതവാനായ ആളാണ് എന്ന് ഞങ്ങൾ കാണുന്നു എന്ന് പറഞ്ഞിട്ട് അവര് യൂസുഫ് അലൈഹി ഇസ്ലാമിനോട് സ്വപ്നത്തിന്റെ യാഥാർത്ഥ്യം ചോദിക്കുന്നുണ്ട്, അല്ലെ? ഒരാള് ഈ കള്ള് പിഴിഞ്ഞെടുക്കുന്നു, മറ്റേ ആള് പിന്നെ തലയിൽ അപ്പം വെച്ച് നിൽക്കുമ്പോൾ അത് പക്ഷികൾ വന്ന് കൊത്തി തിന്നുന്നതായിട്ടാണ് സ്വപ്നം കണ്ടത്. അപ്പൊ ഈ സ്വപ്നത്തെ കുറിച്ച് യൂസുഫ് നബിയോട് പറഞ്ഞപ്പോ യൂസുഫ് നബി എന്താ പറയുന്നത്? ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു തരാം. അപ്പൊ ആ സമയത്ത് ജയിലിൽ ഭക്ഷണം വരാൻ പോകുന്ന സമയമാണ്. അപ്പൊ അതിന്റെ മുമ്പായിട്ട് തന്നെ പറഞ്ഞു തരാം എന്ന് ഖുർആൻ എടുത്തു പറയുന്നു. എന്താ ഉദ്ദേശം? അവരോടുള്ള ഗുണകാംക്ഷയാണ്, അല്ലെ? ഇപ്പൊ പിന്നെ എപ്പോഴെങ്കിലും പറയാം, അല്ലെങ്കിൽ അശ്രദ്ധമായിട്ട് കേൾക്കല്ല ചെയ്തത്, ഇപ്പൊ തന്നെ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ഗുണകാംക്ഷയോടുകൂടിയിട്ട് യൂസുഫ് അലൈഹി ഇസ്ലാം അത് പറയാൻ വേണ്ടി ഒരുങ്ങുന്നുണ്ട്. അതിനിടയിൽ യൂസുഫ് അലൈഹി ഇസ്ലാം ഒരു വാചകം പറയുന്നുണ്ട്. നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു വാചകമാണ്, ദാലികുമ മിമ്മ അല്ലമനി റബ്ബി. നിങ്ങൾ എന്നോട് സ്വപ്നം വ്യാഖ്യാനിക്കാൻ പറഞ്ഞില്ലേ, ആ അറിവ് എൻ്റെ റബ്ബ് എന്നെ പഠിപ്പിച്ചതാണെന്ന് പറയുന്നുണ്ട്. എന്തിനവിടെ അങ്ങനെ പറഞ്ഞത്? എന്തിനായിരിക്കും? ഇസ്ലാമിനെ കുറിച്ച്, അള്ളാഹുവെ കുറിച്ച് പറയാനുള്ള ഒരു എൻട്രി കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? നമ്മളിപ്പോൾ ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടാവും. ഒരാൾ ബൈക്കിൽ ലിഫ്റ്റ് കൊടുത്തു, അങ്ങനെ അയാൾ പറയുന്നിടത്ത് നമ്മൾ കൊണ്ടുപോയി ഇറക്കി. ഒരുപക്ഷെ നമുക്ക് പോകേണ്ടത് മേനകയിലേക്കാണ്, പക്ഷെ അയാൾക്ക് പിന്നെ പത്മയിലേക്കാണ് പോകേണ്ടത്. അപ്പം അങ്ങനെയാണെങ്കിലും ഒരുപക്ഷെ അയാളോട് ചോദിച്ചിട്ട് അവിടെ കൊണ്ടുപോയി ഇറക്കി. എന്നിട്ടോ അയാൾ താങ്ക്സ് പറഞ്ഞു, നമ്മളൊന്ന് ചിരിച്ചു, അതോടുകൂടി പിരിഞ്ഞു, അല്ലേ? അവിടെ വണ്ടി നിർത്തിയിട്ട് ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്നറിയാം, എനിക്ക് ശരിക്കും മേനകയ്ക്ക പോകേണ്ടിയിരുന്നത്, പക്ഷെ താങ്കൾ ആവശ്യപ്പെട്ടപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ വന്നെന്നറിയോ, എൻ്റെ പ്രവാചകൻ എന്നെ പഠിപ്പിച്ചതാണിത്, അല്ലേ? ഒറ്റൊരു വാചകം അത്രയും വേണ്ടു, വേറൊന്നും പറയണ്ട. അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഇസ്ലാം എനിക്ക് നൽകിയ സംസ്കാരമാണിത്. ഇങ്ങനെ നമ്മൾ ആരോടെങ്കിലും പറയാറുണ്ടോ? ഒരുപാട് സേവനം നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ചെറിയൊരു വാചകം മതി, ശരിക്കും ഒരു ഗോളടിക്കലാണ്. അയാളുടെ മനസ്സിൽ പെട്ടെന്ന് അത് കത്തും. എന്തായിരിക്കും അയാൾ അങ്ങനെ പറഞ്ഞത്? ഞാൻ കേട്ടിട്ടുള്ള കണ്ടിട്ടുള്ള മുസ്ലിംസ് അങ്ങനെ അല്ലല്ലോ, സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന അങ്ങനെ അല്ലല്ലോ, അല്ലെ? അത്രയും മതി ശരിക്കും ഒരാളിലെ ചിന്ത ഉണർത്താൻ. യൂസുഫ് അലൈഹി ഇസ്ലാമിലെ പ്രബോധകൻ അവിടെ വെച്ച് പറയാണ്, ദാലികുമ മിമ്മ അല്ലമനി റബ്ബി. ഒറ്റൊരു വാചകമാണ്, എൻ്റെ റബ്ബ് എന്നെ പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങൾക്ക് ഈ സ്വപ്നം വ്യാഖ്യാനിച്ച് പറഞ്ഞു തരാൻ പോകുന്നത് എന്ന് പറയുന്നുണ്ട്. അതേപോലെ യൂസുഫ് അലൈഹി ഇസ്ലാം അവരോട് പറയുന്ന വേറൊരു കാര്യം, ഞാൻ എൻ്റെ പിതാക്കന്മാരായ
ഇബ്രാഹിം, ഇസ്ഹാഖ്, യാക്കൂബ് ഇവരുടെ മാർഗം പിന്തുടരുന്ന ആളാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ശരിക്കും യൂസുഫ് നബിക്ക് ഇത് കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ, ഞാൻ ആരാന്നറിയോ, ജയിലിൽ അടക്കാൻ പോകുമ്പോൾ എൻ്റെ വാപ്പ ആരാന്നറിയോ എന്ന് അവരോട് പറഞ്ഞിരുന്നെങ്കിൽ യൂസുഫ് നബി ഒരുപക്ഷെ അവർ ജയിലിൽ ഇടുമായിരുന്നില്ല, അല്ലേ? പക്ഷെ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടിയിട്ട് തൻ്റെ അഡ്രസ് യൂസുഫ് നബി ഒരിക്കലും ദുരുപയോഗം ചെയ്തില്ല. മറിച്ച് പ്രബോധന പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഒരു നിർണായക സന്ദർഭത്തിൽ തൻ്റെ വാപ്പമാരാണ് ഇബ്രാഹിമും ഇസ്ഹാഖും യാക്കൂബും എന്ന് യൂസുഫ് അലൈഹി ഇസ്ലാം പറയുന്ന ഒരു സന്ദർഭം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ സൂറത്ത് യൂസുഫിൽ ഇങ്ങനെ പ്രബോധനപരമായ കുറേ കാര്യങ്ങളുണ്ട്. ഇവരുമായുള്ള സംസാരത്തിനിടയിൽ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ യൂസുഫ് നബി തൗഹീദ് പറയുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞത്, അർബാബും മുതഫർരിഖൂന ഖൈർ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്കിപ്പോൾ ഒരു യജമാനൻ ഉണ്ടാകുമല്ലോ കൊട്ടാരത്തിൽ, ഒന്നുകിൽ രാജാവ് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രഭു. അപ്പൊ നിങ്ങൾക്ക് ഒരു രാജാവിൻ്റെ, ഒരു മുതലാളിയുടെ കീഴിൽ ജോലി ചെയ്യുന്നതാണോ ഇഷ്ടം, അതല്ലെങ്കിൽ കുറേ മുതലാളിമാരുടെ കീഴിലോ? അപ്പൊ ഒരാൾ ഇങ്ങോട്ട് പോകാന്ന് പറയും, മറ്റൊരാൾ അങ്ങോട്ട് പോകുന്നു പറയും, അല്ലെ? അപ്പൊ ഒരാളുടെ കീഴിൽ ജോലി ചെയ്യാനുള്ള ഇഷ്ടം എല്ലാവർക്കും അങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് തൗഹീദിനെ കുറിച്ച് പറയുന്നത്. ഒരു യജമാനൻ, ജീവിതത്തിന് ഒരേ ഒരു യജമാനൻ, ആർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ യൂസുഫ് അലൈഹി ഇസ്ലാം അവരോട് തൗഹീദ് പറയുന്ന ആയത്ത് ഈ സൂറത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് ഈ തടവുകാരില് ഒരാൾ മോചിതനാകുന്നുണ്ട്. ഈ കള്ള് പിഴിയുന്ന ആൾ മോചിതനാകും, മറ്റേ ആൾക്ക് ശിക്ഷ വിധിക്കപ്പെടും, അയാൾ കുരിശിലേറ്റപ്പെട്ട് ശിക്ഷ ഏറ്റുവാങ്ങുന്നു എന്നതാണ് പിന്നെ അതിൽ ഉണ്ടാകുന്ന സംഭവം. അപ്പൊ അതുപോലെ അതിനെ തുടർന്നുള്ള പല സംഭവങ്ങൾ പിന്നീട് വരുന്നുണ്ട്. അതിനിടയിൽ യൂസുഫ് അലൈഹിസ്സലാം കൊട്ടാരത്തിലെ രാജാവിന്റെ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന ഒരു സംഭവമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൊട്ടാരത്തിലുള്ളവർ യൂസുഫ് അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അറിയുന്നു, അങ്ങനെ അദ്ദേഹത്തെ കൊണ്ടുവരാൻ പറയുന്നു. പക്ഷെ ആ സമയത്ത് യൂസുഫ് അലൈഹി ഇസ്ലാം കൊട്ടാരത്തിലേക്ക് പോകുന്നില്ല. എന്താ ചെയ്യുന്നത്? എനിക്ക് ആ സ്ത്രീകളുടെ അവസ്ഥ എന്താണ് എന്നറിയണം എന്നാവശ്യപ്പെടുകയാണ്. യൂസുഫ് നബിയെ ജയിലിലാക്കിയ സ്ത്രീകളില്ലേ, അവരുടെ അവസ്ഥ എന്താണ് എന്ന് എനിക്കറിയണം എന്ന് യൂസുഫ് നബി പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ അവരോട് പിന്നെ അവിടുത്തെ രാജാവ് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ അവരെന്താ പറയാം യൂസുഫിനെ കുറിച്ച്? അദ്ദേഹം ഏറ്റവും വിശുദ്ധനാണ്, നിഷ്കളങ്കനാണ്, സത്യസന്ധനാണ് എന്ന് പറയും. ആ പ്രഭുപത്നി ഉണ്ടല്ലോ, അവര് പറയുന്നുണ്ട്, എനിക്കാണ് ശരിക്കും തെറ്റ് സംഭവിച്ചത്, ഞാനാണ് തെറ്റ് ചെയ്തത് എന്ന് അവർ പറയുന്നുണ്ട്. എന്തിനാണ് യൂസുഫ് അലൈഹി ഇസ്ലാം ഇങ്ങനെ ചോദിച്ച് ഉറപ്പുവരുത്തിയത്? ഒരുപക്ഷെ രാജാവിന്റെ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ പേരിൽ യൂസുഫ് നബി അവർ വിട്ടയക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ ആ ഔദാര്യത്തിൽ രക്ഷപ്പെടാൻ യൂസുഫ് നബി ആഗ്രഹിക്കുന്നില്ല. അപ്പോഴും നേരത്തെ ജയിലിൽ അടക്കപ്പെട്ട ഒരാളാണ് എന്നുള്ള ഒരു റിമാർക്ക് യൂസുഫ് നബിയുടെ മേലുണ്ടല്ലോ. അതുകൊണ്ട് കൊട്ടാരത്തിൽ നിന്ന് തന്നെ യൂസുഫ് നബി നിരപരാധിയാണ് എന്ന ഉത്തരവ് വരണം എന്ന് യൂസുഫ് അലൈഹി ഇസ്ലാം ആഗ്രഹിക്കാൻ. കാരണം ഒരാള് ഇസ്ലാമിക പ്രബോധന രംഗത്തേക്ക് വരുമ്പോൾ അയാൾ സ്വന്തം വ്യക്തിത്വത്തെ, അതിൻ്റെ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുവാൻ ബാധ്യസ്ഥനാണ് എന്നാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ കാണുന്നില്ലേ പലതരം പോസ്റ്റുകളും റീലുകളും ഒക്കെ ഉണ്ടല്ലോ. പണ്ട് എന്നോ ഒരാൾ പറഞ്ഞത് പിന്നെ അയാൾ തന്നെ അത് വിട്ട് വേറൊരു വഴിയിലേക്ക് അയാൾ പോയിട്ടുണ്ടാവും. പക്ഷെ ഇലക്ഷൻ കാലാകുമ്പോൾ ആ പഴയ സംഗതികളൊക്കെ പിന്നെ എടുത്തിടുന്നത് കാണാം, അല്ലേ? എന്ന് പറയും പോലെ മുമ്പ് ജയിലിൽ അടക്കപ്പെട്ട ആളല്ലേ എന്ന് യൂസുഫ് നബിയെ കുറിച്ച് പ്രബോധന പ്രവർത്തനങ്ങൾക്കിടയിൽ ഒരാൾ പറഞ്ഞാലോ, അതോടുകൂടി കാറ്റുപോകും. അപ്പൊ അതുകൊണ്ട് കൊട്ടാരത്തിൽ നിന്ന് തന്നെ ജയിലിൽ അടച്ച ആ സ്ത്രീകൾ യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്തവരാണ് എന്നുള്ള ഉത്തരവ് ലഭിക്കാൻ വേണ്ടിയിട്ട് യൂസുഫ് അലൈഹി ഇസ്ലാം കാത്തിരിക്കാൻ. ഒരു ഇസ്ലാമിക പ്രബോധകൻ തൻ്റെ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുന്നതിൽ അങ്ങേയറ്റം ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നതാണ് സൂറത്ത് യൂസുഫിലെ ഈ സംഭവ വികാസങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പാഠം. ഇതിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇനിയും പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. യൂസുഫ് അലൈഹി ഇസ്ലാം പിന്നീട് അവിടെ ഈജിപ്തിലെ ഭരണാധികാരിയാകുന്നു. അപ്പോൾ ഫലസ്തീനിലെ സഹോദരങ്ങൾ ക്ഷാമകാലത്ത്
ധാന്യത്തിന് വേണ്ടിയിട്ട് ഈജിപ്തിലേക്ക് എത്തിച്ചേരുന്നു. ഇത് തൻ്റെ സഹോദരങ്ങളാണ് എന്ന് യൂസുഫ് അലൈഹി ഇസ്ലാം തിരിച്ചറിയുന്നു. അങ്ങനെ പിന്നെ അവർക്ക് ഭക്ഷ്യവിഭവങ്ങൾ കൊടുത്തയക്കുന്നു. വേണമെങ്കിൽ അപ്പോൾ പ്രതികാരം ചെയ്യാവുന്നതാണ്, പക്ഷേ വിഭവങ്ങളെല്ലാം കൊടുത്തയക്കാണ്. പിന്നീട് സ്വന്തം സഹോദരനെ തനിക്ക് തൻ്റെ കൂടെ കിട്ടുന്നു. അതിനുശേഷം വാപ്പയും ഉമ്മയും ഒക്കെ ഒന്നിച്ച് വരുന്നുണ്ട്. അതിനിടയിൽ ഇവർ തിരിച്ചറിയുന്നുണ്ട് തൻ്റെ സഹോദരനാണ് എന്ന് സ്വന്തം സഹോദരങ്ങൾ തിരിച്ചറിയുന്ന ഒരു സന്ദർഭം ഉണ്ടാകുന്നു. ഞങ്ങൾ തെറ്റ് ചെയ്തു പോയവരാണ് എന്ന് യൂസുഫ് നബിയുടെ മുമ്പിൽ അവർ കുറ്റം ഏറ്റു പറയുന്നു. അപ്പൊ യൂസുഫ് അലൈഹി സ്വലാം പറയുന്നൊരു വാചകം ഉണ്ടല്ലോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പിന്നീട് പറഞ്ഞിട്ടുള്ളൊരു വാചകമാണ്, ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇന്ന് നിങ്ങളോട് ഒരു പ്രതികാരവുമില്ല എന്ന് പറയുന്നുണ്ട്. ശരിക്കും ആലോചിച്ച് നോക്കിയാൽ ഒരുപാട് പ്രശ്നങ്ങളിൽ യൂസുഫ് അലൈഹി സ്വലാം ചെന്നുപെടാൻ എല്ലാം കാരണം എന്തായിരുന്നു? ഈ സഹോദരങ്ങളുടെ അസൂയയാണ്, അല്ലെ? അതാണ് കിണറ്റിൽ വീഴാനും അടിമച്ചന്തയിൽ എത്താനും പ്രഭുവിൻ്റെ വീട്ടിൽ ആ ഗുരുതരമായ പരീക്ഷണത്തിൽ അകപ്പെടാനും പിന്നീട് ജയിലിലെത്താനും എല്ലാം ഉണ്ടായ കാരണം അതാണ്. പക്ഷെ അതുവഴി തന്നെയാണ് യൂസുഫ് നബി പിന്നീട് അവിടെ ഭരണാധികാരി വരെ ആകുന്നത് എന്നതും അതോട് ചേർത്ത് മനസ്സിലാക്കേണ്ടതാണ്. ഏതായാലും എല്ലാ സംഭവങ്ങളും മുൻനിർത്തിയിട്ട് ഒറ്റ വാചകത്തിൽ യൂസുഫ് അലൈഹി ഇസ്ലാം അവർക്ക് പൂർണ്ണമായിട്ടും മാപ്പ് നൽകുന്നത് നമ്മൾ കാണുന്നുണ്ട്. പലപ്പോഴും സഹോദരങ്ങൾ തമ്മിൽ തെറ്റിയാൽ അതിങ്ങനെ തലമുറകളോളം നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ ചില കുടുംബങ്ങളിലെങ്കിലും കാണാൻ പറ്റും, അല്ലെ? ഇതേപോലെ തന്നെ യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ മുമ്പിൽ, വാപ്പയുടെ മുമ്പിൽ മക്കൾ ചെന്നിട്ട് അവരിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റ് ഏറ്റു പറയുന്നുണ്ട്. അപ്പൊ ആ വാപ്പയും ഇതേപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന സന്ദർഭം ഈ സൂറയുടെ ഈ സംഭവങ്ങളുടെ അവസാന ഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നേരത്തെ കണ്ട സ്വപ്നം, ആ സ്വപ്നം ഒടുവിൽ ഇതാണ് ഞാൻ കണ്ട സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം എന്ന് പറഞ്ഞുകൊണ്ട് വാപ്പയും ഉമ്മയെയും സിംഹാസനത്തിൽ യൂസുഫ് നബിയുടെ അടുത്തിരുത്തുന്നു. അതേ സമയത്ത് തൻ്റെ സഹോദരങ്ങൾ ഇങ്ങനെ തലകുനിച്ച് യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ മുമ്പിൽ നിൽക്കുന്ന രംഗവും ഉണ്ടാകുന്നുണ്ട്. അപ്പോഴാണ് പറയുന്നത്, ഇതാണ് എൻ്റെ സ്വപ്നത്തിന്റെ യഥാർത്ഥ വ്യാഖ്യാനം എന്ന് യൂസുഫ് അലൈഹി ഇസ്ലാം സ്വന്തം ജീവിതത്തെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ്, അല്ലെ? ജീവിത അനുഭവങ്ങളാണ് യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ സ്വപ്ന വ്യാഖ്യാനം. മറ്റേത് അവർ കണ്ട സ്വപ്നത്തെ വ്യാഖ്യാനിച്ചാണെങ്കിൽ യൂസുഫ് നബി കണ്ട സ്വപ്നം സ്വന്തം ജീവിതം കൊണ്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് എന്ന് കാണാം. അവിടെയാണ് യൂസുഫ് അലൈഹി ഇസ്ലാം ആ സന്ദർഭത്തിൽ നന്ദിബോധത്തോടെ പറയാണ്, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക്, നാഥ നീ എനിക്ക് നിന്റെ ആധിപത്യത്തിൽ നിന്ന് എനിക്ക് അധികാരം നൽകി. വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ്, സ്വപ്ന വ്യാഖ്യാനത്തിന്റെ കഴിവ് എനിക്ക് നീ പഠിപ്പിച്ചു തന്നു. ഫാത്തിരി സമാവാതി വൽ അർദ്, നീ ആകാശഭൂമികൾ പഠിച്ചവനാണ്. അന്ത വലിയ ഫിദ് ദുനിയ വൽ ആഖിറ, ഇഹത്തിലും പരത്തിലും നീയാണ് എൻ്റെ വലിയ. തവഫനി മുസ്ലിമ, എന്നെ നീ മുസ്ലിമായിട്ട് മരിപ്പിക്കണം. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണം. അപ്പൊ മാറി നിന്ന് യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ അതിൻ്റെ തുടക്കവും അതിൻ്റെ നാൾ വഴികളും അതുപോലെ തന്നെ ഒടുക്കവും ഉണ്ടല്ലോ, എല്ലാം ചേർത്ത് മനസ്സിലാക്കുമ്പോൾ അത് ഒരു ശുഭ പര്യവസാനമായിട്ടാണ് അല്ലെ? പക്ഷെ ഒരുപാട് ട്രാജഡികൾ അതിനിടയിൽ സംഭവിക്കുന്നുണ്ട്. ശരിക്കും നമ്മുടെ ജീവിതം അങ്ങനെ തന്നെ അല്ലേ? അങ്ങനെ തന്നെയായിരിക്കും, അല്ലേ? ഇതുപോലെ തന്നെ പല ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോവാൻ. നാളെ രാവിലെ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും നമുക്കറിയില്ല. പക്ഷെ ഏത് സാഹചര്യത്തെയും ഈമാനും തവക്കുലും ഉണ്ടെങ്കിൽ നമുക്ക് നന്മയാക്കി മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. യൂസുഫ് നബി കടന്നുപോയ എല്ലാ പരീക്ഷണ ഘട്ടങ്ങളെയും പോസിറ്റീവായിട്ട് യൂസുഫ് അലൈഹി ഇസ്ലാം അനുഭവിക്കുന്നു, മാറ്റിയെടുക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് കഴിയാറുണ്ടോ? ആലോചിക്കേണ്ട വിഷയമാണ്, അല്ലേ? ഏതെങ്കിലും ഒരു രംഗത്ത് പ്രയാസം അനുഭവപ്പെടുമ്പോൾ പെട്ടെന്ന് തളർന്നു പോകുന്ന, ഒരുപക്ഷെ അള്ളാഹുവെ മറന്നു പോകുന്ന, നന്ദികേടിലേക്ക് പോകുന്ന അങ്ങനെയൊക്കെയുള്ള സാഹചര്യമാണ് പലപ്പോഴും ഉണ്ടാകാം. അപ്പൊ മൊത്തം നമ്മുടെ ജീവിതത്തെ മുൻനിർത്തിയിട്ട് അള്ളാഹു താല ഹൈറ് മാത്രമാണ് ഉദ്ദേശിക്കുക എന്ന് മനസ്സിലാക്കണം. ഇതേപോലെ തന്നെയാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിക്കുമ്പോഴും ഒരുപാട് പ്രയാസങ്ങളും കഷ്ടപ്പാടുകളുമാണ്. ഒടുവിൽ ഫത്ഹ് മക്കയും ഹജ്ജത്തുൽ വിദാവും
സംഭവിക്കുമ്പോൾ അത് പൂർണ്ണത പ്രാപിക്കുന്നു. ഇതേപോലെ മൂസ അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം സൂറത്തുൽ ഖസസിലും മറ്റു പലയിടങ്ങളിലായിട്ട് നമ്മൾ പഠിക്കുന്നു. ഇതുപോലെ വ്യത്യസ്ത ഘട്ടങ്ങൾ പിന്നിട്ട് ലക്ഷ്യം പ്രാപിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഉറച്ച മനസ്സോടുകൂടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിലയുറപ്പിക്കുക എന്നതാണ് പ്രധാനം. ഇപ്പോൾ നമ്മുടെ പുതിയ സാഹചര്യത്തിലും പല അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട് അല്ലെ? വ്യക്തിപരമായും കുടുംബപരമായും സാമ്പത്തികമായും സാമൂഹികമായിട്ടൊക്കെ പല പ്രതിസന്ധികൾ ഇങ്ങനെ ഒന്നിന് പിറകെ ഒന്നായിട്ട് വന്നു ചേർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതിനെ എങ്ങനെ പോസിറ്റീവ് ആക്കാം എന്ന ചിന്തയാണ് നമ്മിലെപ്പോഴും ഉണ്ടാവേണ്ടത്. അതോടൊപ്പം പ്രബോധക സംഘം എന്ന നിലയ്ക്ക് സമൂഹ മധ്യത്തിൽ നമ്മുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുക, അള്ളാഹുവിൻ്റെ മുമ്പിൽ അവൻ്റെ നിഷ്കളങ്കരായ ദാസരായി മാറുക എന്നതും ഏറ്റവും പ്രധാനമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നിലയിൽ സൂറ യൂസുഫിനെ പഠിക്കുവാനും ഉൾക്കൊള്ളുവാനും ഇതിലെ ആശയങ്ങൾ ഗ്രഹിക്കുവാനും സ്വന്തം ജീവിതത്തെ ഇതിനോട് ചേർത്ത് നിർത്തിയിട്ട് ഈ ഒരു പരീക്ഷണത്തിൽ ഞാനാണ് അകപ്പെടുന്നതെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന നിലയിൽ ചിന്തിച്ച് ഉത്തരങ്ങൾ കണ്ടെത്തുവാനും സൂറ യൂസുഫ് നമുക്ക് പ്രചോദനമാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വചനങ്ങൾ യഥാവിധി അറിയുവാൻ ഉൾക്കൊള്ളുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. സൂറത്ത് യൂസുഫിൽ യൂസുഫ് അലൈഹി ഇസ്ലാം കടന്നു പോയതുപോലെയുള്ള പരീക്ഷണ ഘട്ടങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ഈമാനും തവക്കുലും സബ്റും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ വഴിയിൽ ഉറച്ചു നിൽക്കുവാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ എല്ലാ സതുദ്ദേശങ്ങളും പഠിച്ചവനെ ഞങ്ങൾക്ക് നീ സഫലീകരിച്ചു തരണേ നാഥ. എല്ലാ പരീക്ഷണങ്ങളെയും ഈമാൻ കൊണ്ട് മറികടക്കാനുള്ള കരുത്ത് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله.